നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. കേരളത്തിന്റെ പുരോഗതിയുടെ ഏറ്റവും വലിയ മേന്മ മതനിരപേക്ഷമായ പൊതുമണ്ഡലവും മതസൗഹാർദ്ദവുമാണെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ഗുരുവായൂരിൽ നടക്കുന്ന തദ്ദേശ ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള വിളംബര ഘോഷയാത്ര വർണ്ണാഭം. ലോട്ടറി തൊഴിലാളിയെ കബളിപ്പിച്ച് പണം കവർന്നു. കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ നമ്പഴിക്കാട് ലോട്ടറി കച്ചവടം നടത്തി ഉപജീവനം നടത്തുന്ന വട്ടേക്കാട്ടിൽ ഗോപിയെ കബളിപ്പിച്ചാണ് പണം തട്ടിയത്. കനോലി കനാലിൽ മാലിന്യം കെട്ടിക്കിടന്ന് ദുർഗന്ധം വമിക്കുന്നു. പരിഹാരം കാണേണ്ട അധികൃതർ മൗനം പാലിക്കുന്നതായി ആക്ഷേപം. 8ാമത് വേലൂർ ഗ്രാമകം നാടകോത്സവത്തിന്റെ പ്രചരണത്തിന് തുടക്കം കുറിച്ച് സമൂഹ ചിത്രരചന. പ്രശസ്ത ചിത്രകാരൻ VG അഭിമന്യു ഉദ്ഘാടനം ചെയ്തു. നാടകോത്സവം ഏപ്രിൽ 4 മുതൽ 8 വരെ. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ പുരോഗതിയുടെ ഏറ്റവും വലിയ മേന്മ മതനിരപേക്ഷമായ പൊതുമണ്ഡലവും മതസൗഹാർദ്ദവുമാണെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ഗുരുവായൂരിൽ നടക്കുന്ന തദ്ദേശ ദിനാഘോഷത്തിന്റെ വിളംബര ഘോഷയാത്രയ്ക്ക് ശേഷം നടത്തിയ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അപരവിദ്വേഷവും അസഹിഷ്ണുതയും കൈമുതലാക്കിക്കൊണ്ട് മറ്റുള്ളവരെ വെറുക്കാൻ പഠിപ്പിക്കുന്ന വിദ്വേഷത്തിന്റെ പ്രത്യേക ശാസ്ത്രങ്ങൾ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന്റെ ശാന്തിയും സമാധാനവും കവർന്നെടുക്കാൻ ശ്രമിക്കുകയും നമ്മുടെ നേട്ടങ്ങളെ പിറകോട്ടടിപ്പിക്കാൻ ചിലർ ശ്രമിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കണമെന്നും മന്ത്രി പറഞ്ഞു. വികസനവുമായി ബന്ധപ്പെട്ട എല്ലാ മാനകങ്ങളുടെയും അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ കേരളം അത്ഭുതകരമായ ഒരു പ്രതിഭാസമായി തന്നെയാണ് നിൽക്കുന്നത്. വിദ്യാഭ്യാസത്തിന്റെയും ആരോഗ്യത്തിന്റെയും മേഖലയിൽ നാം ആർജിച്ചിട്ടുള്ള നേട്ടങ്ങൾ സമാനതകളില്ലാത്തവയാണ്. ഈ പ്രവർത്തനങ്ങൾക്കാകെ വലിയ രീതിയിൽ ഊർജം പകർന്നുകൊണ്ട് കാര്യക്ഷമമായ നിലയിൽ തൃണമൂല തലത്തിൽ ഗ്രാസ് റൂട്ടിൽ ഈ നയപരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾ സജീവമായി മുന്നോട്ട് കൊണ്ടുപോയത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. കേരളത്തിലെ അന്തരീക്ഷം ബിസിനസ് സൗഹാർദ്ദ അന്തരീക്ഷമല്ല എന്ന വിമർശനത്തെ മറികടന്ന് ഈ വർഷം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബിസിനസ് സംസ്ഥാനമായി കേരളം മാറിയെന്നും യുവജനങ്ങൾക്ക് സംരംഭകത്വ താൽപര്യങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് പ്രോത്സാഹനമായി കേരളം മാറിയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും വീട് എന്ന ആദ്യ പ്രഖ്യാപനം അത് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ലൈഫ് പാർപ്പിട പദ്ധതി കേരള സംസ്ഥാനത്ത് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് തുടങ്ങി വെച്ചത്. തലയ്ക്ക് മുകളിൽ ഒരു മേൽക്കൂര എന്നുള്ളത് ഏവരുടെയും പ്രതീക്ഷയാണ്, സ്വപ്നമാണ്. അത് സാക്ഷാത്കരിക്കാൻ 5 ലക്ഷം കുടുംബങ്ങൾക്ക് ലൈഫ് പാർപ്പിട പദ്ധതിയിലൂടെ ഭദ്രമായ വീടുകൾ വെച്ചു കൊടുക്കാൻ ഗവൺമെന്റ് തീരുമാനമെടുക്കുകയുണ്ടായി. 4.5 ലക്ഷത്തിൽ പരം വീടുകൾ ഏറ്റവും ആധുനികമായ മുഖഛായയോടെ പണി കഴിപ്പിച്ച് കൈമാറ്റം ചെയ്ത് കഴിഞ്ഞു. ബാക്കിയുള്ളവ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോവുകയാണ്. ഗുരുവായൂരിനെ ഉത്സവപ്രതീതിയിലാക്കിക്കൊണ്ടാണ് തദ്ദേശ വിളംബര ഘോഷയാത്ര നടത്തിയത്. ഗുരുവായൂർ തെക്കേനട ദേവസ്വം ഗ്രൗണ്ടിൽ നിന്നും കേരളത്തിന്റെ തനിമ വിളിച്ചോതുന്ന നിശ്ചല ദൃശ്യം, കാവടി, പ്രാചീന കലകൾ, നാടൻ കലാരൂപങ്ങൾ, വാദ്യമേളം എന്നിവയുടെ അകമ്പടിയോടെയാണ് ഘോഷയാത്ര ആരംഭിച്ചത്. ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാരും ജനപ്രതിനിധികളും അതാതു പ്രദേശങ്ങളിലെ പൊതുപ്രവർത്തകരും അതാതു പഞ്ചായത്തിന് കീഴിലുള്ള ബാനറുകൾക്ക് പിന്നിൽ അണിനിരന്നു. തുടർന്ന് ടൗൺഹാൾ പരിസരത്ത് നടത്തിയ സാംസ്കാരിക സമ്മേളനത്തിൽ NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. കേരള പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ KV അബ്ദുൽ ഖാദർ മുഖ്യാതിഥിയായി. തദ്ദേശ ദിനാഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ ജില്ലാതല മത്സര പരിപാടിയിൽ വിജയികളായവർക്ക് ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് ജനപ്രതിനിധികളുടെയും ജീവനക്കാരുടെയും വിവിധ കലാപരിപാടികളും മല്ലാരി വാദ്യോപകരണ സംഗീത നിശയുമുണ്ടായിരുന്നു. ഗുരുവായൂർ മുനിസിപ്പൽ ചെയർമാനും ചേംബർ ഓഫ് മുനിസിപ്പൽ സംഘടനാ ചെയർമാനുമായ M കൃഷ്ണദാസ് സ്വാഗതവും കലാ സാംസ്കാരിക കമ്മിറ്റി കൺവീനർ KR സുമേഷ് നന്ദിയും പറഞ്ഞു. കുന്നംകുളം കാണിപ്പയ്യൂരിൽ ചക്ക പറിക്കാൻ മരത്തിൽ കയറിയ ഗൃഹനാഥൻ മരത്തിൽ നിന്ന് വീണ് മരിച്ചു. ചൂണ്ടൽ പുതുശ്ശേരി സ്വദേശി 61 വയസ്സുള്ള രാമകൃഷ്ണനാണ് മരിച്ചത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയായിരുന്നു സംഭവം. രാമകൃഷ്ണൻ കാര്യസ്ഥനായി പ്രവർത്തിക്കുന്ന കാണിപ്പയ്യൂരിലെ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള വീട്ടിലെ മരത്തിൽ ചക്ക പറിക്കാനായി കയറിയതോടെ താഴെ വീഴുകയായിരുന്നു. വീഴ്ചയിൽ തലയ്ക്കുൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റ രാമകൃഷ്ണനെ കുന്നംകുളം പരസ്പര സഹായ സമിതി ആംബുലൻസ് പ്രവർത്തകർ മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ മരണം സംഭവിച്ചു.
ഈ സർക്കാരിന്റെ കാലാവധി തീരും മുൻപേ സംസ്ഥാനത്ത് 6 ലക്ഷം കുടുംബങ്ങൾക്ക് വീട് ലഭ്യമാകുമെന്ന് മന്ത്രി എം പി രാജേഷ്. ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഭൂരഹിതരും ഭവനരഹിതരുമായ ലക്ഷക്കണക്കിന് ആളുകളാണ് സംസ്ഥാനത്തുള്ളത്. ഇവർക്കെല്ലാം വീട് ലഭ്യമാക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം. ലൈഫ് ഭവന പദ്ധതിയിൽ 2025-26 വർഷത്തിൽ 1 ലക്ഷം വീട് കൂടി പൂർത്തീകരിക്കും. ഈ സർക്കാരിന്റെ കാലാവധി പൂർത്തിയാക്കുമ്പോഴേക്കും 6 ലക്ഷം പേർക്ക് വീടുണ്ടാകുമെന്നും മന്ത്രി എം പി രാജേഷ് വ്യക്തമാക്കി. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം രാജ്യത്തിന് തന്നെ മാതൃകാപരമാണ്. 2025 മാർച്ച് 30-നകം കേരളം മാലിന്യമുക്ത സംസ്ഥാനമായി മാറുമെന്നും മന്ത്രി വ്യക്തമാക്കി. 4,24,800 വീട് പൂർത്തിയാക്കി ആളുകൾ താമസം തുടങ്ങി. 1,14,000 വീടുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. രണ്ടും കൂടി ചേർത്താൽ ഏതാണ്ട് 5,40,000 വീടായി. ഈ നടപ്പ് വർഷം 25-26 1 ലക്ഷം വീട് കൂടി പൂർത്തിയാക്കും. അപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ കാലാവധി കഴിയുമ്പോഴേക്കും 6.5 ലക്ഷം പേർക്ക് വീടുണ്ടാവും. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഇപ്പോഴില്ല എന്നല്ല, ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. 6.5 ലക്ഷം വീടെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അതിന് സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്ന തുക എത്രയെന്നറിയോ? ഇതുവരെ ചെലവഴിച്ചത് 18,000 കോടി. ഇനി ഇപ്പം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നതും അടുത്തൊരു വർഷം നടത്താനിരിക്കുന്നതും കൂടി ചേർത്താൽ ചുരുങ്ങിയത് ഒരു 8,000 കോടി കൂടി വരും. അപ്പോൾ ഭീമമായൊരു തുക സർക്കാർ അതിനു വേണ്ടി ചെലവഴിക്കുകയാണ്. കേരളം പോലൊരു ചെറിയ സംസ്ഥാനം കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള വിഹിതം അടിക്കടി വെട്ടിക്കുറയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം സ്വന്തം വിഭവങ്ങൾ പിന്നെ വായ്പ വാങ്ങിയുമാണ് ഇത്രയും വലിയ തുക വീടില്ലാത്ത പാവപ്പെട്ടവർക്ക് വീടുണ്ടാക്കി കൊടുക്കാനായിട്ട് കണ്ടെത്തുന്നത്. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ വനിതാ ഷോപ്പിംഗ് കോംപ്ലക്സിന് മുകളിൽ നിർമ്മിച്ച വനിതാ ഹോസ്റ്റലിന്റെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച വനിതാ ജിംനേഷ്യത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം എ നീരജ് നിർവഹിച്ചു. ലൈഫ് പദ്ധതിയിൽ വീട് നിർമ്മിക്കുവാനായി സൗജന്യമായി ഭൂമി വിട്ടു നൽകിയതിന്റെ രേഖ ഏറ്റുവാങ്ങലും ചടങ്ങിൽ നടന്നു. ലിംഗപദവി പഠന റിപ്പോർട്ടിന്റെ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു. സൗജന്യമായി ഭൂമി നൽകിയ അംസയെയും വിവിധ പുരസ്കാരങ്ങൾ നേടിയ കലാമണ്ഡലം ഐശ്വര്യ മറ്റു വ്യക്തികളെയും മന്ത്രി അനുമോദിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ അധ്യക്ഷയായിരുന്നു. സെക്രട്ടറി വി ജഗദീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് ടി പി രജീഷ്, എ നീരജ്, പി പി ഉണ്ണികൃഷ്ണൻ, പ്രിയ പ്രശാന്ത്, കെ പുഷ്പലത, ജലജ ശശികുമാർ, പി പ്രസന്ന, എ കെ മുഹമ്മദ് അലി, കെ എം മുജീബുദ്ദീൻ, ഹസീന, കെ ബി രമ്യ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ചങ്ങരംകുളത്ത് വൻ തീപിടുത്തം. ഹൈവേ ജംഗ്ഷനിലെ ഓടിട്ട കെട്ടിടത്തിൽ തീപിടിച്ചു. അടഞ്ഞുകിടന്നിരുന്ന പ്രമുഖ അടയ്ക്ക കമ്പനിയുടെ ഓടിട്ട കെട്ടിടത്തിനാണ് തീപിടിച്ചത്. ഞായറാഴ്ച വൈകിട്ട് 3 മണിയോടെയാണ് സംഭവം. ഹൈവേ ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന KVM അടയ്ക്ക മാർക്കറ്റിന്റെ ഓടിട്ട കെട്ടിടമാണ് അഗ്നിക്കിരയായത്. പൊന്നാനിൽ നിന്നെത്തിയ 2 യൂണിറ്റ് ഫയർഫോഴ്സും ചങ്ങരംകുളം പോലീസും നാട്ടുകാരും ചേർന്ന് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ അണച്ചത്. കെട്ടിടത്തിന്റെ മുൻഭാഗം പൂർണ്ണമായും കത്തിനശിച്ചു. ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പ് അടക്കം സ്ഥിതി ചെയ്യുന്ന ജനത്തിരക്കേറിയ ഭാഗത്തുണ്ടായ അഗ്നിബാധ ഏറെ നേരം ആശങ്ക പരത്തി. ഞായറാഴ്ച ആയതിനാൽ കമ്പനിക്കുള്ളിൽ ആളില്ലാത്തതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. ലോട്ടറി തൊഴിലാളിയെ കബളിപ്പിച്ച് പണം കവർന്നു. കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ നമ്പഴിക്കാട് ലോട്ടറി കച്ചവടം നടത്തി ഉപജീവനം നടത്തുന്ന വട്ടേക്കാട്ടിൽ ഗോപിയെ കബളിപ്പിച്ചാണ് പണം തട്ടിയത്. ഇന്നലെ ഒരു 11:30-12 മണിക്കുള്ളിൽ ഒരാൾ വന്ന് ഒരു ടിക്കറ്റ് ആദ്യം എടുത്തു. എന്നിട്ട് പറഞ്ഞു 2 ടിക്കറ്റ് നോക്കാണ്ട് ചേട്ടാന്ന് പറഞ്ഞു. അങ്ങനെ 2 ടിക്കറ്റ് നോക്കിയപ്പോൾ അതിൽ 500 ഉണ്ട്. 500 ചേട്ടാന്ന് പറഞ്ഞു. ശരി, അപ്പോൾ ഞാൻ ചിറ്റാട്ടേരെ എവിടെയെങ്കിലും പോയിട്ട് മാറാമെന്ന് പറഞ്ഞു. ശരി, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് അയാൾ വീണ്ടും വന്നിട്ട് ഞാൻ ടിക്കറ്റ് എടുക്കാം, പൈസ ഉണ്ടാവും, ബാക്കി തരാമെന്ന് വെച്ചു. അങ്ങനെ അതിൻ്റെ ബാക്കി 13 ടിക്കറ്റ് കൊടുത്തു. ബാക്കി 500 രൂപയും കൊടുത്തു. പക്ഷേ വണ്ടി നമ്പറോട്ടെ ഒന്നും നോക്കുകയും ചെയ്തില്ല. കടയിൽ പോയിട്ട് സ്കാൻ ചെയ്ത് നോക്കുമ്പോഴാണ് അതിൽ പ്രൈസ് ഇല്ല, 99 നമ്പർ എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് 1000 രൂപ ലോട്ടറി അടിച്ചുവെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പണം കവർന്നത്. കഴിഞ്ഞ 13-ാം തീയതി നറുക്കെടുത്ത കാരുണ്യ പ്ലസ് ലോട്ടറി ടിക്കറ്റിൽ 3409 എന്ന അവസാന 4 നമ്പറിന് 500 രൂപ സമ്മാനമുണ്ടായിരുന്നു. 3409 എന്ന 4 നമ്പറുള്ള 2 ടിക്കറ്റുമായി കഴിഞ്ഞ ദിവസം ബൈക്കിലെത്തിയ ആൾ ടിക്കറ്റ് മാറിത്തരാമോ എന്ന് ചോദിക്കുകയും 13 ലോട്ടറി ടിക്കറ്റ് എടുക്കുകയും ചെയ്യുകയായിരുന്നു. ടിക്കറ്റിന്റെ വിലയായ 490 രൂപ കിഴിച്ച് 500 രൂപ പണമായി വാങ്ങി ഇയാൾ സ്ഥലം വിടുകയും ചെയ്തു. തുടർന്ന് അടുത്ത ദിവസത്തെ ടിക്കറ്റ് എടുക്കാൻ ഏജൻസിയിലെത്തിയപ്പോൾ സമ്മാനാർഹമായ ടിക്കറ്റുകൾ സ്കാൻ ചെയ്തപ്പോഴാണ് തട്ടിപ്പ് നടന്ന കാര്യം ഗോപിക്ക് മനസ്സിലായത്. 3499 എന്ന നമ്പറിലുള്ള ടിക്കറ്റുകളിലെ ഒരു 9 പൂജ്യമാക്കി മാറ്റിയാണ് തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്.
കഴിഞ്ഞ 23 വർഷമായി ലോട്ടറി വിൽപ്പനയുമായി കഴിയുന്ന ഗോപി കഴിഞ്ഞ 3.5 മാസമായി വീടിനു മുന്നിൽ തന്നെയാണ് ലോട്ടറി വിൽപ്പന നടത്തുന്നത്. ഇത്രയും കാലത്തിനിടയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പുകളിലൂടെയും ഗോപിക്ക് അമിളി പറ്റിയിട്ടില്ല. മറ്റു ജോലികൾക്കൊന്നും പോകാനാകില്ലെങ്കിലും മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തമായി വരുമാനം കണ്ടെത്താൻ ലോട്ടറി വിൽപ്പന നടത്തുന്ന തൊഴിലാളികളെ കബളിപ്പിക്കുന്ന സംഘങ്ങൾ സജീവമായിരിക്കുകയാണ്. പൂച്ച വട്ടം ചാടിയതിനെ തുടർന്ന് സ്കൂട്ടറിൽ നിന്ന് വീണ് യാത്രക്കാരന് പരിക്ക്. അടാട്ട് കാഞ്ഞിരപ്പറമ്പിൽ രതീഷിനാണ് പരിക്ക്. ഞായറാഴ്ച രാവിലെ 6 മണിയോടെ ഗുരുവായൂർ ബ്രഹ്മകുളം റോഡിലായിരുന്നു അപകടം. പരിക്കേറ്റയാളെ എക്സ് പ്രവർത്തകർ ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കനോലി കനാലിൽ മാലിന്യം കെട്ടിക്കിടന്ന് ദുർഗന്ധം വമിക്കുന്നു. പരിഹാരം കാണേണ്ട അധികൃതർ മൗനം പാലിക്കുന്നതായി ആക്ഷേപം. പുന്നൂർക്കുളം പഞ്ചായത്ത് പരിധിയിൽ മന്ദലാങ്കുന്ന് പാലത്തിന് വടക്കുഭാഗത്താണ് കനാലിൽ മാലിന്യങ്ങളും ചണ്ടികളും ഒഴുകിവന്ന് കെട്ടിക്കിടക്കുന്നത്. ഇവിടെ നിന്നും തെക്ക് ഭാഗത്തേക്ക് ചണ്ടികളും മാലിന്യങ്ങളും ഒഴുകിപ്പോകുന്നില്ല. നീരൊഴുക്ക് വേലിയേറ്റത്തിനും വേലിയിറക്കത്തിനുമനുസരിച്ച് അങ്ങോട്ടുമിങ്ങോട്ടും ഒഴുകുന്നുണ്ടെങ്കിലും വെള്ളത്തോടൊപ്പം മാലിന്യങ്ങൾ ഒഴുകുന്നില്ല എന്നതാണ് പ്രധാന പ്രശ്നം. ലോഡ് കണക്കിന് മാലിന്യങ്ങളാണ് ഇവിടെ കെട്ടിക്കിടക്കുന്നത്. മാത്രവുമല്ല, അറവു മാലിന്യങ്ങളും കനാലിന്റെ വിവിധ ഭാഗങ്ങളിൽ തള്ളിയ നിലയിലാണുള്ളത്. ആഴ്ചകളായി കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിക്കുകയും പുഴുക്കളും പ്രാണികളും അരിക്കുന്ന അവസ്ഥയിലുമാണ്. പ്ലാസ്റ്റിക് ചാക്കുകളിൽ നിറച്ച അറവു മാലിന്യങ്ങളും ചണ്ടിയോടൊപ്പം കെട്ടിക്കിടക്കുന്നുണ്ട്. ഇത് കനോലി കനാലിന് ഇരുവശത്തുമുള്ള വീട്ടുകാരുടെ കുടിവെള്ളത്തിനും ആരോഗ്യ പ്രശ്നങ്ങൾക്കും വഴിവെക്കുമെന്ന ആശങ്കയിലാണ്. എത്രയും പെട്ടെന്ന് പരിഹാരം കണ്ട് നീരൊഴുക്ക് സുഗമമാക്കാനുള്ള നടപടി ആരംഭിച്ച് ആരോഗ്യ പ്രശ്നങ്ങളിൽ ജനങ്ങളുടെ ആശങ്ക അകറ്റണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 8ാമത് വേലൂർ ഗ്രാമകം നാടകോത്സവത്തിന്റെ പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് സമൂഹ ചിത്രരചന സംഘടിപ്പിച്ചു. RSRV ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻപിൽ നടത്തിയ ചിത്രരചന പ്രശസ്ത ചിത്രകാരൻ VG അഭിമന്യു ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ P കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ VK വിജയൻ, സംഘാടക സമിതി കൺവീനർ VV സുധീഷ്, ചിത്രകാരന്മാരായ ജ്യോതിരാജ് മായമ്പിള്ളി, KK മോഹനൻ എന്നിവർ സംസാരിച്ചു. കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ഏപ്രിൽ 4 മുതൽ 8 വരെയാണ് നാടകോത്സവം. തിരുവേഗപ്പുറം മൈലാടിക്കുന്ന് ആനംകോടി ഭാഗത്ത് പുലിയെ കണ്ടതായി അഭ്യൂഹം. വനവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി. കാട്ടുപൂച്ചയാകാമെന്നാണ് വനംവകുപ്പിന്റെ നിലപാട്. തിരുവേഗപ്പുറ പഞ്ചായത്തിലെ ആനങ്കോടി ഭാഗത്താണ് പുലിയെ കണ്ടതായുള്ള അഭ്യൂഹം പരന്നത്. കഴിഞ്ഞ ദിവസം രാത്രി പ്രദേശത്ത് അസാധാരണമായ ശബ്ദം കേട്ടതായാണ് സമീപത്തെ വീട്ടുകാർ പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതി പ്രവർത്തകൻ അബ്ബാസിനെ വിളിച്ചു വരുത്തി പരിശോധന നടത്തുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പുലിയെ കണ്ടതായുള്ള അഭ്യൂഹം ഉണ്ടായത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഞായറാഴ്ച രാവിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പുലിയുടേതെന്ന് കരുതുന്ന യാതൊരുവിധ ലക്ഷണവും ഇവിടെ കണ്ടെത്താനായില്ലെന്നും കാട്ടുപൂച്ചയാകാം കണ്ടതെന്നുമാണ് ഫോറസ്റ്റ് അധികൃതർ വ്യക്തമാക്കിയത്. എങ്കിലും പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകി. ഒന്നുള്ള സാഹചര്യം നിലവിലില്ല. നിലവിൽ അതൊരു കാട്ടുപൂച്ചയാവാനാണ് സാധ്യത. കാര്യം കാട്ടുപൂച്ചയുടെ ഒരു അവസ്ഥ അവസാനം ഒരു വളർച്ച എത്തുമ്പോൾ നിലവിൽ നമ്മൾ ചെറിയൊരു പുലിയുടെ ഒരു രൂപം ഏകദേശം വരും. അതായത് നമ്മൾ ദൂരക്കാഴ്ചയിൽ പുലിയാണെന്ന് തന്നെ തോന്നും. അതാവാനേ സാധ്യതയുള്ളൂ. പിന്നെ നമ്മൾ പുലിയൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും പട്ടിയുടെ ഒക്കെ എണ്ണം കുറയും. നമുക്ക് സ്വാഭാവികമായിട്ടും പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും ഒരു സാഹചര്യങ്ങളുണ്ടെങ്കിൽ അതെന്നെ വിളിച്ചാൽ മതി. നമുക്ക് ആ ഒരു പക്മാർക്കും കാര്യങ്ങളൊക്കെ നോക്കിയൊക്കെ ചെയ്യാം. നമുക്ക് പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ക്യാമറകളും പിന്നെ കൂടുകളൊക്കെ സ്ഥാപിക്കാം. അങ്ങനെ ഒരു മുന്നൊരുക്കത്തിൽ ഇനി ഒരു സംശയം ആരെങ്കിലും പ്രകടിപ്പിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയോ എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് വന്ന് ആ ഒരു രീതിയിൽ നമുക്ക് അവലംബിക്കാം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK അസീസ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA റഷീദ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും സ്ഥലത്തെത്തിയിരുന്നു. നമ്മൾ ഇന്നലെ രാത്രി മുതൽ ചെറിയൊരു ആശങ്കയിലാണ്. ഏതായാലും നമ്മളെ ഫോറസ്റ്റിലെ ബഹുമാനരായ ഉദ്യോഗസ്ഥർ എത്തി അവരുടെ പരിശോധനയിൽ നമ്മൾ ആ ആശങ്ക അത്ര ഭീതിജനകമല്ല എന്നാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അവരുടെ പരിശോധനയിൽ അതിനുള്ള സാഹചര്യങ്ങളൊന്നും നമ്മുടെ ചുറ്റുവട്ടത്തില്ല എന്നുള്ളത് തന്നെയാണ് അവർ കണ്ടെത്തിയിട്ടുള്ളത്. അങ്ങനെയൊക്കെയാണെങ്കിലും നമ്മൾ ഇന്നലെ ഉണ്ടായ ഒരു അനുഭവം വെച്ച് ഒരു ജാഗ്രത നമുക്ക് പാലിക്കാം. ഇനി എന്തെങ്കിലും അത്തരത്തിലുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ ആ ഉടനെ തന്നെ അവർ വന്ന് അതിന്റെ പരിശോധനയും കാര്യങ്ങളും ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിലവിലുള്ള പരിശോധനയിൽ കാൽപാദങ്ങളോ കാര്യങ്ങളൊന്നും അത്തരത്തിലുള്ളത് കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ കാട്ടുപൂച്ചയുടെ വളർച്ചയുടെ അവസാന സമയത്ത് കൃത്യമായി അത് പുലിയുടെ ഒരു സാദൃശ്യം പെട്ടെന്നുള്ള ഒറ്റനോട്ടത്തിൽ അങ്ങനെ ആണ് കാണാൻ കഴിയുക എന്നുള്ളത് പറഞ്ഞ അവർ ഫോട്ടോസും നമ്മൾ കാണിച്ചു തന്നു. അപ്പൊ നമുക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അപ്പൊ അതിന്റെ ഒരു സാധ്യതയാണ് അവർ കൂടുതലായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. താളമേളങ്ങളും വർണ്ണക്കാവടികളും വിസ്മയം തീർത്ത മറ്റം മേതൃക്കോവിൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പൂരാഘോഷം വർണ്ണാഭം.
രാവിലെ 5-ന് നട തുറക്കലിന് ശേഷം നിർമ്മാല്യ ദർശനം, വാഗച്ചാർത്ത്, അഭിഷേകം, മലർനിവേദ്യം, അഷ്ടദ്രവ്യ ഗണപതി ഹോമം, ഉഷപൂജ, നവകപൂജ, ഉച്ചപൂജ, നവക പഞ്ചഗവ്യ അഭിഷേകം എന്നീ ചടങ്ങുകൾ നടന്നു. ഉച്ചയ്ക്ക് ശേഷം തട്ടകത്തെ വിവിധ പ്രാദേശിക കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള പൂരം എഴുന്നള്ളിപ്പുകൾ ആരംഭിച്ച് വൈകിട്ടോടെ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിച്ചേർന്നു. തുടർന്ന് മൂക്കുതല അന്യന്മാരാരുടെ പ്രമാണത്തിലുള്ള ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ കൂട്ടിയെഴുന്നള്ളിപ്പുണ്ടായി. പൂരദിവസം ക്ഷേത്രത്തിൽ പറവയ്ക്കാനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു. പൂരാഘോഷത്തിന് ക്ഷേത്രം ഭാരവാഹികളായ PS സുനിൽ, PS വിനോദ്, ഉണ്ണി എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി നേതൃത്വം നൽകി. അറിയിപ്പ്. തൃശൂർ കുന്നംകുളം സംസ്ഥാന പാതയിൽ ചൂണ്ടൽ മുതൽ കേച്ചേരി വരെയുള്ള ഭാഗത്ത് റോഡ് പണി നടക്കുന്നതിനാൽ തിങ്കളാഴ്ച മുതൽ തൃശൂർ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ കേച്ചേരി ആളൂർ റോഡ് വഴി ചൂണ്ടൽ സെന്ററിലെത്തി ചേരണം. തൃശൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾക്ക് സാധാരണ നിലയിൽ കടന്നു പോകാവുന്നതാണെന്ന് കുന്നംകുളം പോലീസ് അറിയിച്ചു. ഗുരുവായൂർ കോട്ടപ്പടി കപ്പിയൂർ ചിറക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ പൂരം ആഘോഷിച്ചു. ക്ഷേത്രത്തിൽ രാവിലെ ദേവിയുടെ കോലം സമർപ്പണം, പൂത്താലം വരവ് എന്നിവ ഉണ്ടായി. നടക്കൽ പറയും ഒരുക്കിയിരുന്നു. വൈകിട്ട് ദേശപൂരങ്ങൾ ക്ഷേത്ര മൈതാനിയിൽ സംഗമിച്ചു. കോട്ടപ്പടി സന്തോഷ് മാരാർ, ചൊവ്വലൂർ ഗംഗാധരൻ, ചൊവ്വലൂർ സുനിൽ എന്നിവർ നയിച്ച പാണ്ടിമേളത്തോടെ പകൽ പൂരം കൂട്ടിയെഴുന്നള്ളിച്ചു. തുടർന്ന് താഴത്തേക്കാവിൽ വേലക്കയറ്റത്തിൽ കരിങ്കാളി കൂട്ടങ്ങൾ അണിനിരന്നു. രാത്രി കേളി, തായമ്പക എന്നിവയുണ്ടായിരുന്നു. NK അക്ബർ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ച് നിർമ്മിച്ച പുന്ന പള്ളി റോഡ് നാടിന് സമർപ്പിച്ചു. ചാവക്കാട് നഗരസഭ 5-ാം വാർഡിലാണ് 20,42,000 രൂപ വിനിയോഗിച്ച് പുന്നയിലെ ജനങ്ങളുടെ നീണ്ട കാലത്തെ സ്വപ്നമായ പള്ളി റോഡ് യാഥാർത്ഥ്യമാക്കിയത്. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്തിന്റെ അധ്യക്ഷതയിൽ NK അക്ബർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ അസിസ്റ്റന്റ് എഞ്ചിനീയർ ടോണി CL പദ്ധതി വിശദീകരണം നടത്തി. നഗരസഭാ വൈസ് ചെയർമാൻ KK മുബാറക്ക്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ബുഷറ ലത്തീഫ്, അഡ്വക്കേറ്റ് മുഹമ്മദ് അൻവർ, പ്രസന്ന രണദേവ്, 5-ാം വാർഡ് കൗൺസിലർ ഷാഹിന മുഹമ്മദ്, മുൻ ചെയർമാനും നഗരസഭാ കൗൺസിലറുമായ MR രാധാകൃഷ്ണൻ, കൗൺസിലർ KV സത്താർ എന്നിവർ സംസാരിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ KK മുബാറക്ക് സ്വാഗതവും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന സലീം നന്ദിയും പറഞ്ഞു. തലക്കോട്ടുകര സാന്ത്വനം റീഹാബിലിറ്റേഷൻ സെന്ററും കേച്ചേരി ഡോക്ടർ ഹനീഫാസ് ക്ലിനിക്കും ചേർന്ന് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. സാന്ത്വനം സിറ്റിയിൽ നടന്ന മെഡിക്കൽ ക്യാമ്പിൽ ബ്ലഡ് ഷുഗർ, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ, SGOT, SGPT, ക്രിയാറ്റിൻ എന്നിവയുടെ പരിശോധന സൗജന്യമായും മറ്റ് പരിശോധനകൾ പ്രത്യേക ആനുകൂല്യത്തോടെയും കൂടിയാണ് നടത്തിയത്. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നടന്ന ക്യാമ്പിൽ ഡോക്ടർ അൽത്താഫ് മുഹമ്മദ്, ഡോക്ടർ രാഹുൽ രവി എന്നിവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി. സാന്ത്വനം റീഹാബിലിറ്റേഷൻ സെന്റർ അഡ്മിനിസ്ട്രേറ്റർ PK ബഷീർ അഷ്റഫി, ചെയർമാൻ ഡോക്ടർ അഹമ്മദ് കാസിം, ജനറൽ സെക്രട്ടറി ഉസ്മാൻ സക്കാഫി തിരുവത്ര, സെക്രട്ടറി ജലാലുദ്ദീൻ ഹാജി, ട്രഷറർ മൂസ ഹാജി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. 200ഓളം പേർ മെഡിക്കൽ ക്യാമ്പിൽ പരിശോധന നടത്തി. മൂന്ന് ജീവനെടുത്ത കൊറ്റമ്പത്തൂർ കാട്ടുതീ ദുരന്തത്തിന് 5 ആണ്ട്. ദേശമംഗലം കൊറ്റമ്പത്തൂരിൽ കാട്ടുതീയിൽപ്പെട്ട് മരണപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷനിൽ പ്രണാമമർപ്പിച്ചു. 5 വർഷങ്ങൾക്ക് മുമ്പാണ് കാട്ടുതീ തടയാൻ ശ്രമിക്കുന്നതിനിടയിൽ ചിറ്റണ്ട പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷനിലെ 3 വനം വകുപ്പ് വാച്ചർമാർ മരിച്ചത്. വാഴച്ചാൽ താമസക്കാരനും വാച്ചറുമായ KV ദിവാകരൻ, താൽക്കാലിക ഫയർ വാച്ചർ എരുമപ്പെട്ടി കുമരനെല്ലൂർ കൊടുമ്പ് എടവണ്ണ വളപ്പിൽ വീട്ടിൽ MK വേലായുധൻ, താൽക്കാലിക ഫയർ വാച്ചർ കുമാരനെല്ലൂർ കൊടുമ്പ് വട്ടപ്പറമ്പിൽ വീട്ടിൽ VA ശങ്കരൻ എന്നിവരുടെ ഛായാചിത്രങ്ങൾക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തി. പൂങ്ങോട് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ മനോജ് ദാമോദരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. കാട്ടുതീയിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ട വാച്ചർ അച്ചുമാഷ് അനുഭവങ്ങൾ പങ്കുവച്ചു. ഫോറസ്റ്റ് സ്റ്റാഫുകൾ, വാച്ചർമാർ, മരിച്ചവരുടെ കുടുംബാംഗങ്ങളും സന്നിഹിതരായിരുന്നു. രക്തസാക്ഷികളുടെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ച പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷന് സമീപത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ടൈൽ വിരിച്ച് നവീകരണം നടത്തി. തലക്കോട്ടുകര ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ഞായർ, തിങ്കൾ ദിവസങ്ങളിലായി ആഘോഷിക്കും. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കാവടി തെയ്യം എന്നിവ വൈകിട്ട് 7 മണിയോടെ ക്ഷേത്രത്തിലെത്തി സമാപിച്ചു.
തിങ്കളാഴ്ച രാവിലെ 5-ന് നട തുറക്കലിനെ തുടർന്ന് ഗണപതി ഹോമം, ഉഷപൂജ, നടക്കൽപ്പറ എന്നീ ചടങ്ങുകൾ നടക്കും. ഉച്ചതിരിഞ്ഞ് 3:30 മുതൽ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രാദേശിക എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രത്തിലേക്ക് എത്തിത്തുടങ്ങും. രാത്രി 8 മണിക്ക് കുമ്പളങ്ങാട് രാമേന്ദ്രൻ പ്രമാണത്തിലുള്ള മേളത്തോടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. രാത്രി 10:30 കുമ്പളങ്ങാട് വിനീഷ്, ഞാങ്ങാട്രി, വിഷ്ണു എന്നിവർ അണിനിരക്കുന്ന തായമ്പകയുണ്ടാകും. ദേവസ്വം ഓഫീസർ ടി.കെ. ധന്യ, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് പി. മാധവൻ, സെക്രട്ടറി വി. രാജൻ എന്നിവർ പൂരാഘോഷത്തിന് നേതൃത്വം നൽകും. പഴമയുടെ ഓർമ്മയുണർത്തി ചങ്ങാതിക്കുറി. ചാവക്കാട് നടക്കാനിരിക്കുന്ന ചാറിയാർ സൂഫി സംഗീത യാത്രയുടെ ധനശേഖരണാർത്ഥമാണ് കൗതുകമാർന്ന ചങ്ങാതിക്കുറി സംഘടിപ്പിച്ചത്. ചാവക്കാട് ഘരാനയുടെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി 19-ന് സംഘടിപ്പിക്കുന്ന ചാറിയാർ സൂഫി സംഗീതയാത്രയുടെ പ്രചരണ ധനസമാഹരണാർത്ഥം നഗരചതുരത്തിൽ നടന്ന ചങ്ങാതിക്കുറിയിൽ സമൂഹത്തിലെ നാനാതുറയിൽ നിന്നുള്ളവർ പങ്കെടുത്തു. ചങ്ങാതിക്കുറിയുടെ വിളംബരമായി ചാവക്കാട് നഗരത്തിൽ ഘരാന പ്രവർത്തകരുടെ ഘോഷയാത്ര നടന്നു. ഘോഷയാത്രയ്ക്ക് പി.ടി. കുഞ്ഞുമുഹമ്മദ്, കെ.എ. മോഹൻദാസ്, എ.എച്ച്. അക്ബർ, ടി.സി. കോയ, കെ.വി. രവീന്ദ്രൻ, അൻവർ കോഹിനൂർ, സി. ശിവദാസൻ, പി.എസ്. അശോകൻ, വി.ബി. അജിത് രാജ്, കബീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പഴയകാലത്ത് വിവാഹം, ചികിത്സ തുടങ്ങിയവയുടെ ധനസമാഹരണത്തിനായി നടത്തിയിരുന്ന സംവിധാനമാണ് ചങ്ങാതിക്കുറി. പണപ്പയറ്റ് എന്ന പേരിലും അറിയപ്പെട്ടിരുന്ന ചങ്ങാതിക്കുറി ചായക്കടയിലോ ഗ്രാമകവലകളിലോ ആണ് നടത്താറുള്ളത്. പരിപാടിയോടനുബന്ധിച്ചു നടന്ന പൊതുയോഗത്തിൽ പി.ടി. കുഞ്ഞുമുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് പി. ഹാരിസ്, എച്ച്. അക്ബർ തുടങ്ങിയവർ സംസാരിച്ചു. ചൂണ്ടൽ തായങ്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശ്രീരാജ് നമ്പൂതിരിപ്പാട് കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് എ.വി. വല്ലഭൻ, സെക്രട്ടറി ലക്ഷ്മി നാരായണൻ, ട്രഷറർ പി. രാമചന്ദ്രൻ, ദേവസ്വം ഓഫീസർ ടി.കെ. ധന്യ എന്നിവർ സംബന്ധിച്ചു. ഞായറാഴ്ച മുതൽ 22-ാം തീയതി ശനിയാഴ്ച വരെയുള്ള ഉത്സവകാലം മുഴുവനും ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്കായി ഉച്ചയ്ക്ക് പ്രസാദകൂട്ടും, രാത്രി ലഘുഭക്ഷണവും ഒരുക്കിയിട്ടുണ്ട്. ഉത്സവത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും വൈകിട്ട് കലാപരിപാടികളും നടക്കും. ഫെബ്രുവരി 22 ശനിയാഴ്ച ആറാട്ടോടുകൂടി ഉത്സവ ചടങ്ങുകൾക്ക് കൊടിയിറങ്ങും. അകലാട് മഹല്ല് കമ്മിറ്റിയുടെ അനാസ്ഥയ്ക്കും ദുർഭരണത്തിനുമെതിരെ ദോഹ ഖത്തർ നമ്മുടെ സ്വന്തം അകലാട് വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ദോഹയിൽ ദ്വിദിന ക്യാമ്പ് സംഘടിപ്പിച്ചു. 2000-ഓളം മഹല്ല് നിവാസികളുള്ള അകലാട് പ്രദേശത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന 13 വർഷമായി അകലാട് മഹല്ല് കമ്മിറ്റിയുടെ പ്രവർത്തനം കെടുകാര്യസ്ഥ നിറഞ്ഞതാണെന്നും സംശുദ്ധമായി നേതൃത്വം വഹിക്കുവാൻ ഭാരവാഹികൾക്ക് സാധിക്കുന്നില്ലെന്നും ക്യാമ്പ് ചൂണ്ടിക്കാട്ടി. വരവ് ചെലവ് കണക്കുകൾ ഉൾപ്പെടെ സുതാര്യതയില്ലെന്നും ഇത് സംബന്ധിച്ച് മഹല്ല് നിവാസികളുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ലെന്നും ക്യാമ്പിൽ പങ്കെടുത്തവർ പറഞ്ഞു. മഹല്ല് സംരക്ഷണ സമിതിയോട് നിലവിലെ മഹല്ല് കമ്മിറ്റിയുടെ സമീപനം അംഗീകരിക്കാനാകില്ലെന്നും ഇവർ വ്യക്തമാക്കി. ദീനീ ചൈതന്യം നഷ്ടപ്പെട്ട അധികാരമോഹികളായ നിലവിലെ മഹല്ല് കമ്മിറ്റിയുടെ ദുർഭരണം അവസാനിപ്പിക്കാൻ കഠിനപ്രയത്നം നടത്തുന്ന നാട്ടിലെ മഹല്ല് സംരക്ഷണ സമിതിക്ക് വാട്സപ്പ് കൂട്ടായ്മ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. ദൃശ്യങ്ങൾ കണ്ടപ്പോൾ നെഞ്ചുപൊട്ടി. വീടിന്റെ പാലുകാച്ചൽ ചടങ്ങ് മരണാനന്തര ചടങ്ങാകാതെ കാത്തുവെന്ന് കൂറ്റനാട് വാവന്നൂരിൽ മുറിഞ്ഞു വീണ വൈദ്യുതി പോസ്റ്റിനടിയിൽ നിന്ന് രക്ഷപ്പെട്ട മുസ്തഫയുടെ കുടുംബം. അതാ കമ്പി ഇവിടെ വന്നിട്ട് മറ്റേ സ്റ്റെയർ കമ്പില്ലേ, അതിങ്ങനെ വന്ന് കുളത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ ചെറുതായിട്ട് നീറുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ചെറുതായിട്ടൊരു മുറി ഉണ്ടായിരുന്നു. പിന്നെ കാലിൻ്റെ അവിടെ ചെറുതായിട്ടൊരു, അപ്പൊ ആ ഒരു ഷോക്കിൽ നമുക്ക് അതിന്റെ ഒരു ഇത് മനസ്സിലായിണ്ടായില്ല. പിന്നെ കുറെ ആൾക്കാർ കൂട്ടുകാരന്മാരെല്ലാവരും വിളിച്ചിരുന്നു. എന്നിട്ട് ഈ വീഡിയോ വന്നിട്ട് അതിന്റെ ശേഷം ഒരുപാട് ആളുകൾ വിളിച്ചു തുടങ്ങി. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 1:30യോടെയായിരുന്നു അപകടം. വാവന്നൂർ സ്വദേശി കണിച്ചിറക്കൽ വീട്ടിൽ മുസ്തഫയാണ് അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. തന്റെ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങ് അടുത്ത ദിവസം നടക്കാനിരിക്കെ വൻദുരന്തത്തിൽ കലാശിക്കേണ്ടിയിരുന്ന അപകടം ആയുസിന്റെ ബലം കൊണ്ട് മാത്രം ഒഴിഞ്ഞുപോവുകയായിരുന്നു. ഏറെക്കാലത്തെ മുസ്തഫയുടെ സ്വപ്നവും അധ്വാനവുമായിരുന്നു വീടെന്നും ദൈവത്തിന്റെ അദൃശ്യകരങ്ങളുടെ കാവൽ ഒന്നുകൊണ്ട് മാത്രമായിരുന്നു രക്ഷപ്പെടലെന്നും മുസ്തഫയുടെ ഭാര്യ പറഞ്ഞു. അധ്വാനിച്ചിട്ടുണ്ട്. 1 വർഷത്തോളം മാമ എന്താ പറയാ ഉറക്കമില്ലാതെ ഇതിന് വേണ്ടിയിട്ട് വീടിന് വേണ്ടിയിട്ട് കുറെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്, അധ്വാനിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇത്ര പെട്ടെന്ന് പറയുമ്പോഴത്തെ നമ്മൾ നേരിൽ വീഡിയോ കണ്ടപ്പോ എന്താ പറയാ, ദൈവത്തിന്റെ വളരെ അധികം കാവലുണ്ട്. നമ്മൾ ദൈവത്തിന്റെ ഒരു കൈ നമ്മളെ വന്നിട്ട്, പിന്നെ 4 കുട്ടികളാണ്, അവർക്കും ഒരിപ്പോ അതില്. കൂറ്റനാട് ഭാഗത്തു നിന്നും പട്ടാമ്പി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടോറസ് ലോറി ഇടിച്ച് വൈദ്യുത പോസ്റ്റ് 2ആയി മുറിഞ്ഞിരുന്നു. ഇതിന്റെ ഒരു ഭാഗം ടോറസ് ലോറിക്ക് മുകളിൽ തങ്ങി നിന്നു. ഇതോടെ വൈദ്യുത ലൈൻ റോഡിനു കുറുകെ അല്പം താഴ്ന്ന നിലയിലായിരുന്നു.
ഇതിനിടെ റോഡിനു മറുവശത്തെ പോസ്റ്റിനു താഴെ മുസ്തഫയും ബന്ധുക്കളായ രണ്ടുപേരും സംസാരിച്ച് നിൽക്കുകയായിരുന്നു. ഇതിനിടെ റോഡിലൂടെ പോയ കണ്ടെയ്നർ ലോറിയിൽ താഴ്ന്നു നിൽക്കുകയായിരുന്ന വൈദ്യുതി ലൈൻ കൊളുത്തിവലിക്കുകയും മുസ്തഫ നിന്നിരുന്ന ഭാഗത്തെ വൈദ്യുതി പോസ്റ്റ് രണ്ടായി മുറിഞ്ഞു വീഴുകയുമായിരുന്നു. ബൈക്കിലിരിക്കുകയായിരുന്ന മുസ്തഫയുടെ തൊട്ടരികിലേക്കാണ് പോസ്റ്റ് പൊട്ടി വീണത്. വൈദ്യുതി ലൈനിന്റെ ഒരു ഭാഗം മുസ്തഫയുടെ കഴുത്തിൽ ഉരഞ്ഞ് പരിക്കേൽക്കുകയും ചെയ്തു. അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് മുസ്തഫയും കൂടെയുണ്ടായിരുന്ന യുവാക്കളും. അവിടെ നോക്കി നിൽക്കുകയായിരുന്നു. ഇപ്പം വണ്ടി എടുത്ത് പോകാൻ വേണ്ടി തുടങ്ങുമ്പോഴാണ് ഇത് തോന്നുന്നത്. നിങ്ങൾ എങ്ങനെയാണ് പെട്ടെന്ന് കൈകാര്യം ചെയ്തപ്പോ? പെട്ടെന്ന് പറഞ്ഞിട്ട് ഇത് വരുന്ന കണ്ടില്ല. ഞങ്ങൾ വെറുതെ അവിടെ താനെയാണ്. ബി.ജെ.പി. തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റായി സ്ഥാനമേറ്റ അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ എരുവപ്പെട്ടി, കടങ്ങോട്, വേലൂർ പഞ്ചായത്തുകളിൽ സന്ദർശനം നടത്തി. എരുവപ്പെട്ടി തിരുഹൃദയ ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ, ഡോക്ടർ ശ്രീകൃഷ്ണൻ, പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ, ഭാരവാഹികൾ, അടിയന്തര അവസ്ഥക്കാലത്ത് ജയിൽവാസം അനുഭവിച്ചവർ ഉൾപ്പെടെയുള്ളവരെ സന്ദർശിച്ചു. വേലൂർ തണ്ടിലം വയോമന്ദിരത്തിലെ അന്തേവാസികളെയും സന്ദർശിച്ചു. ബി.ജെ.പി. സംസ്ഥാന കമ്മിറ്റി അംഗം ഇ. ചന്ദ്രൻ, എരുവപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് ജിത്തു തയ്യൂർ, സുഭാഷ് ആദൂർ, പി.കെ. ബാബു, അഭിലാഷ് തയ്യൂർ, രാജേഷ് കുട്ടഞ്ചേരി, എം.വി. ധനീഷ്, അഭിലാഷ് കടങ്ങോട് എന്നിവരും പ്രസിഡന്റിനൊപ്പം ഉണ്ടായിരുന്നു. നോർത്ത് ജില്ലാ അധ്യക്ഷയായി സ്ഥാനമെടുത്തതിന് ശേഷം എരുമപ്പെട്ടി സംഘടനാ മണ്ഡലത്തിലെ യാത്രയാണ്. നിരവധിയായിട്ടുള്ള പ്രമുഖ പ്രവർത്തകർ, അതുപോലെ തന്നെ സ്ഥലത്തെ പ്രമുഖർ, ഇവരെയെല്ലാം സമ്പർക്കം ചെയ്യുകയും അതിനുശേഷം ബൂത്ത് പ്രസിഡന്റ് ഉപരിയുള്ള കാര്യകർത്താക്കളെ കാണുകയുമാണ് ഇന്നത്തെ സന്ദർശനത്തിൻ്റെ ഉദ്ദേശം. വരുന്ന ആളുകളിൽ വളരെ ശക്തമായിട്ട് തന്നെയുള്ള പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് ഇവിടെ സ്ഥിരമായിട്ടുള്ള സന്ദർശനവും ഉണ്ടാകുന്നതാണ്. ഗുരുവായൂരിൽ നടക്കുന്ന സംസ്ഥാന തദ്ദേശ ദിനാഘോഷത്തോടനുബന്ധിച്ച് എക്സിബിഷനിൽ ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന ക്യാമ്പയിന്റെ പ്രചരണവും സ്ക്രീനിംഗും ലക്ഷ്യമിട്ട് ബോധവൽക്കരണ സ്റ്റാൾ ആരംഭിച്ചു. നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AS മനോജ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ P. സജീവ് കുമാർ, നഗര കുടുംബാരോഗ്യ കേന്ദ്രം ഗുരുവായൂർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രത്യുഷ, ആരോഗ്യ കേരളം പ്രോഗ്രാം ഓഫീസർമാർ, നഗര കുടുംബാരോഗ്യ കേന്ദ്രം ജീവനക്കാർ തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രദർശന നഗരിയിലെത്തുന്ന 30 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളെ സ്ക്രീനിങ്ങിന് വിധേയമാക്കാനും സുരക്ഷിതരാണെന്ന് ഉറപ്പുവരുത്താനുമാണ് ഈ സ്റ്റാൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യഘട്ട സ്ക്രീനിങ്ങിന് ശേഷം ആവശ്യമുള്ളവരെ നഗര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കൂടുതൽ പരിശോധനയ്ക്ക് വിധേയരാക്കും. എരുമപ്പെട്ടി മങ്ങാട് ചാത്തംകുളം റോഡിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് വീട്ടമ്മയ്ക്ക് പരിക്ക്. സ്കൂട്ടർ യാത്രക്കാരിയായ മങ്ങാട് ഉരുപ്പാക്കയിൽ വീട്ടിൽ റീത്തയ്ക്കാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രി 7 മണിക്കാണ് അപകടം. പരിക്കേറ്റ റീത്തയെ എരുമപ്പെട്ടി ആക്സ് ആംബുലൻസ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ YMCAയുടെ ആസ്ഥാന മന്ദിരം ദേശീയ പ്രസിഡന്റ് വിൻസെന്റ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ബാബു M. വർഗീസ് അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് J. ബെഞ്ചമിൻ കോശി അനുഗ്രഹ പ്രഭാഷണം നിർവഹിച്ചു. NK അക്ബർ MLA മുഖ്യാതിഥിയായി. ആക്സിന് സാമ്പത്തിക സഹായം നൽകുന്ന സ്നേഹജാലകം പദ്ധതി, ഡയാലിസിസ് രോഗികൾക്കുള്ള കാരുണ്യഹസ്തം പദ്ധതി, ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കുള്ള സാമ്പത്തിക സഹായം നൽകുന്ന ഉല്ലാസ പറവകളോടൊപ്പം എന്നീ പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു. YMCA റീജിയണൽ ചെയർമാൻ അലക്സ് തോമസ്, മുൻ റീജിയണൽ ചെയർമാൻ ജോസ് നെറ്റിക്കാടൻ, CD ജോൺസൺ, ലോറൻസ് നീലങ്കാവിൽ, ജോൺസൺ മാറോക്കി, ജോസ് ലൂവിസ് തുടങ്ങിയവർ സംസാരിച്ചു. UAE മേഖല നിനുവെ കൺവെൻഷൻ ഫുജൈറ സെന്റ് പീറ്റേഴ്സ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വെള്ളിയാഴ്ച തുടങ്ങി. ഡൽഹി ഭദ്രാസന മെത്രാപ്പോലിത്തായും UAE പാത്രിയാർക്കൽ വികാരിയുമായ കുര്യാക്കോസ് മോർ യൗസേബിയോസ് മെത്രാപ്പോലിത്ത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ശനിയാഴ്ച ഷാർജ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിലും കൺവെൻഷൻ നടന്നു. ഞായറാഴ്ച ദുബായ് മോർ ഇഗ്നാത്തിയോസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ നീനു കൺവെൻഷൻ സമാപിച്ചു. യോഗത്തിൽ ഫാദർ അഭിലാഷ് വലിയ വീട്ടിൽ കോട്ടയം വചനപ്രഘോഷണം നിർവഹിച്ചു. ഫുജൈറ മർത്തോമ പള്ളി വികാരി ഫാദർ എബ്രഹാം വർഗീസ് ആശംസകൾ നേർന്നു. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. സോണൽ വൈസ് പ്രസിഡന്റ് ഫാദർ സജി കാരവള്ളിൽ, ഫാദർ എൽദോസ് കാവാട്ട്, ഫാദർ ടോംസൺ പൂവണ്ണിൽ, സോണൽ സെക്രട്ടറി ഷാജൻ തോമസ്, സോണൽ ട്രസ്റ്റി സന്ദീപ് ജോർജ് എന്നിവർ നേതൃത്വം നൽകി. ഹാപ്പി കേരളം ഇടം പദ്ധതിക്ക് ചൊവ്വനൂർ ബ്ലോക്കിൽ പോർക്കുളം പഞ്ചായത്തിലെ 11ാം വാർഡിൽ തുടക്കമായി. കേരള ജനതയുടെ സന്തോഷ നിലവാര സൂചിക ഉയർത്തുന്നതിനു വേണ്ടി കുടുംബശ്രീ FNHWവിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. കൂട് എന്ന പേരിൽ പോർക്കുളം വേദക്കാട് ക്ഷേത്രം ഹാളിൽ നടന്ന വിവിധ പരിപാടികളുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. രാമകൃഷ്ണൻ നിർവഹിച്ചു. CDS ചെയർപേഴ്സൺ ശ്രീജ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ജിഷ ശശി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിന്ധു ബാലൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PC കുഞ്ഞൻ, അഖില മുകേഷ്, വാർഡ് മെമ്പർമാരായ KA ജ്യോതിഷ്, രേഖ ജയരാമൻ, നിമിഷ വിഗീഷ് എന്നിവർ സംസാരിച്ചു.
കുടുംബശ്രീയിൽ നിന്നും പരിശീലനം നേടിയ റിസോഴ്സ് പേഴ്സൺമാർ പരിപാടികൾ നിയന്ത്രിച്ചു. വ്യത്യസ്ത പ്രവർത്തനങ്ങളിലൂടെ വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും സന്തോഷത്തെ ബാധിക്കുന്ന ഘടകങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് സന്തോഷപ്രദമായ മാനസിക സാഹചര്യം സൃഷ്ടിക്കുന്നതിനുമാണ് ഹാപ്പി കേരളം പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ചമ്മന്നൂർ GMLP സ്കൂൾ 132ാം വാർഷികാഘോഷവും അധ്യാപകരക്ഷാ ദിനാഘോഷവും ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. പുന്നീർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീറിന്റെ അധ്യക്ഷതയിൽ നടത്തിയ ചടങ്ങിൽ തായ്ക്കൊണ്ടോ ചാമ്പ്യൻ സിയാദ് അഹമ്മദ് അടക്കമുള്ള വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു. സീനിയർ അധ്യാപിക ബിനിമോൾ റിപ്പോർട്ട് അവതരിപ്പിച്ചു. PTA പ്രസിഡന്റ് മുഹമ്മദ് മുസ്തഫ, മദർ PTA പ്രസിഡന്റ് ബിന്ദു സുബ്രഹ്മണ്യൻ, SMC ചെയർമാൻ ഫസലു മാളിയക്കൽ, OSA സെക്രട്ടറി അലി തറയിൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും തായ്ക്കൊണ്ടോ പ്രദർശനവും ഉണ്ടായി. പ്രധാനാധ്യാപിക ബിന്ദു സ്വാഗതവും ക്യാബ് സെക്രട്ടറി ആനന്ദ് ഘോഷ് നന്ദിയും പറഞ്ഞു. അധ്യാപകരും PTA ഭാരവാഹികളും നേതൃത്വം നൽകി. പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തിയ പുതിയ മാത്തൂർ കോഴിയാർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ചുറ്റമ്പലവും നാലമ്പലവും ഭഗവതിക്ക് സമർപ്പിച്ചു. നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും നിർലോഭമായ സഹകരണത്തിൽ 40 ലക്ഷം രൂപ ചെലവഴിച്ചാണ് തച്ചുശാസ്ത്ര വിദഗ്ധൻ കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ നിർദ്ദേശാനുസരണം നാലമ്പലവും ചുറ്റമ്പലവും ചുറ്റുമതിലും പ്രദക്ഷിണ വഴിയും പുനർനിർമ്മിച്ചിട്ടുള്ളത്. ഞായറാഴ്ച രാവിലെ ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ ശുദ്ധികർമ്മത്തിനും വിശേഷാൽ പൂജകൾക്കും ശേഷം നടന്ന ചടങ്ങിൽ ദേശമംഗലം ഓംകാരാശ്രമത്തിലെ സ്വാമി സംപൂജ്യ നിഗമാനന്ദ തീർത്ഥ സമർപ്പണ ഉദ്ഘാടനം നടത്തി. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് മുരളീധരൻ നായർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കണ്ണൻ പദ്ധതി വിശദീകരണം നടത്തി. പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ആധ്യാത്മിക പ്രഭാഷണം നടത്തി. ക്ഷേത്രം രക്ഷാധികാരി ഓക്കിമനക്കൽ ശങ്കരനാരായണൻ നമ്പൂതിരി, മുൻ മേൽശാന്തി ഏർക്കര നാരായണൻ നമ്പൂതിരി, മാതൃസമിതി കൺവീനർ വിജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു. തുടർന്ന് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കും നിർമ്മാണത്തിനും നേതൃത്വം നൽകിയവരെയും ഉപഹാരം നൽകി ആദരിച്ചു. ചടങ്ങിന് പുനരുദ്ധാരണ കോർഡിനേറ്റർ കൃഷ്ണൻ നമ്പൂതിരി, കമ്മിറ്റി അംഗങ്ങളായ സുബ്രഹ്മണ്യൻ നമ്പൂതിരി, ഗംഗാധരൻ, സുനിൽ, ഹരി, അനൂപ്, ദിലീപ്, നിഷാന്ത്, വിജയാനന്ദ്, അജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. അങ്ങനെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ജീവിതം ഈ ലോകത്ത് നയിച്ച് അത് ഏറ്റവും വിജയകരമായി പൂർത്തിയാക്കാൻ വേണ്ട ഉപാസനാ മാർഗങ്ങളെയും അതുപോലെ ധർമാധിഷ്ഠിതമായ ജീവിതചര്യകളെയും അവയ്ക്കു പിന്നിലുള്ള പ്രായോഗികമായ ധർമ്മബദ്ധമായ ചിന്തകളെയും സമന്വയിപ്പിക്കുകയാണ് വാസ്തവത്തിൽ ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ സാധ്യമാകേണ്ടത്. പുന്നീർകുളം പഞ്ചായത്ത് കൃഷിഭവൻ ജനകീയാസൂത്രണം 2024-2025 പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിഴങ്ങ് വിള കിറ്റ് വിതരണോദ്ഘാടനം നടത്തി. കിഴങ്ങ് വർഗ്ഗവിള വ്യാപന പരിപാടി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് കിഴങ്ങ് വിള കിറ്റ് വിതരണം നടത്തിയത്. പുന്നീർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ ഷാനിബ മൊയ്തുണ്ണി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൃഷി ഓഫീസർ തേരസ അലക്സ് സ്വാഗതം പറഞ്ഞു. ഇഞ്ചി, മഞ്ഞൾ, ചേന, ചേമ്പ് എന്നിവ അടങ്ങിയ വിത്ത് കിറ്റുകളാണ് വിതരണം ചെയ്തത്. കൃഷി അസിസ്റ്റന്റുമാരായ ശില്പ, മുഹമ്മദ് നൌഫൽ, CDS ചെയർപേഴ്സൺ ഗിരിജ രാജൻ തുടങ്ങി കൃഷിക്കൂട്ടം അംഗങ്ങളും കർഷകരും ചടങ്ങിൽ പങ്കെടുത്തു. ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം നേതൃത്വത്തിൽ കുന്നംകുളത്ത് കുടുംബ സംഗമവും ധനസമർപ്പണവും നടന്നു. ഭാരതീയ വ്യാപാരി വ്യവസായി സംഘത്തിന്റെ സ്ഥാപിത ദിനമായ ഫെബ്രുവരി 16 ചാണക്യ ദിനമാണ് സമർപ്പണ ദിനമായി ആചരിച്ചത്. ഇതോടനുബന്ധിച്ച് കുന്നംകുളം നഗരസമിതി സംഘടിപ്പിച്ച കുടുംബസംഗമവും ധനസമർപ്പണവും ലിവ ടവറിൽ സംഘടനാ ജില്ലാ സെക്രട്ടറി MV ഉല്ലാസ് ഉദ്ഘാടനം ചെയ്തു. വ്യവസായിയും സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ SS മേനോൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന സമിതി അംഗം KP മനോജ് കുമാർ, ജില്ലാ സെക്രട്ടറി ഷജയൻ വിസ്മയ എന്നിവർ വിശിഷ്ടാതിഥികളായി. താലൂക്ക് പ്രസിഡന്റ് MB വിനീഷ് അധ്യക്ഷനായ ചടങ്ങിൽ ജില്ലാ സംഘടനാ സെക്രട്ടറി CV പ്രേംകുമാർ താലൂക്കിലെ വിവിധ യൂണിറ്റ് ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. യോഗത്തിന് താലൂക്ക് ജനറൽ സെക്രട്ടറി വിഘ്നേശ്വർ സ്വാഗതവും കുന്നംകുളം യൂണിറ്റ് പ്രസിഡന്റ് വിനീഷ് SR നന്ദിയും പറഞ്ഞു. കുന്നംകുളം യൂണിറ്റ് ഭാരവാഹികളായി പ്രസിഡന്റ് വിനീഷ് SR, ജനറൽ സെക്രട്ടറി ബിജിറ്റ് MB, ട്രഷറർ ആദിൽ എന്നിവർക്കു പുറമെ താലൂക്കിലെ മറ്റു യൂണിറ്റുകളിലെ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. വടക്കേക്കാട് പഞ്ചായത്തിലെ 23 അംഗൻവാടികൾ ഉൾക്കൊള്ളിച്ച് സംഘടിപ്പിച്ച മിന്നാമിന്നി കലാമേള പഞ്ചായത്ത് പ്രസിഡന്റ് നബീൽ NMK ഉദ്ഘാടനം ചെയ്തു. വയലത്തൂർ PCM പ്ലാസയിൽ നടത്തിയ ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിൽസി ബാബു അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷരായ K റഷീദ്, ശ്രീധരൻ മാക്കാലിക്കൽ, രുഗ്മ്യ സുധീർ, ഗാലിദ്, ഷിജില, ICDS പ്രത്യുഷ, ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. അംഗൻവാടി കുട്ടികളുടെ സംഘനൃത്തം, പ്രച്ഛന്നവേഷം, നാടോടിനൃത്തം തുടങ്ങിയ ഇനങ്ങളിൽ മത്സരങ്ങളും നടന്നു.
ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ ഇന്റർനാഷണൽ കോൺവെക്കേഷനിൽ പങ്കെടുത്ത് ചാവക്കാട് സ്വദേശിയായ കുരുന്ന് 4 വയസ്സുകാരി കെൻസ മെഹഗനാണ് നേട്ടം. ഏഷ്യയിലെ 5 രാജ്യങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത 50 പേരിൽ ഒരാളാണ് കെൻസ മെഹക്. ന്യൂഡൽഹിയിലെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ ഇന്റർനാഷണൽ കോൺവൊക്കേഷൻ സെറമണിയിലാണ് ഈ മിടുക്കിയെത്തിയത്. എക്സലൻസി ഇൻ ഇംഗ്ലീഷിലാണ് കെൻസ മെഹക് മികവ് പ്രകടിപ്പിച്ചത്. 1 മാസം മുമ്പായിരുന്നു കെൻസ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ചത്. ഇന്ത്യ, വിയറ്റ്നാം, നേപ്പാൾ, മലേഷ്യ, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളിൽ നിന്നായി ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ 50 പേരെയാണ് കോൺവൊക്കേഷൻ പ്രോഗ്രാമിലേക്ക് തെരഞ്ഞെടുത്തത്. കേരളത്തിൽ നിന്നും പങ്കെടുത്ത 3 പേരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ റെക്കോർഡ് ജേതാവായ കെൻസ അകലാട് സർക്കാർ അംഗൻവാടി വിദ്യാർത്ഥിയാണ്. അകലാട് സ്വദേശികളായ മിർബാദ്, റാഹില ദമ്പതികളുടെ മൂത്ത മകളാണ് കെൻസ. മാതാവ് റാഹില തിരുവത്ര കുമാർ AUP സ്കൂളിലെ താൽക്കാലിക അധ്യാപികയാണ്. റാഹിലയുടെ ശിക്ഷണത്തിലാണ് കെൻസയുടെ പ്രകടനം നടന്നത്. ചാവക്കാട് നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച പാലയൂർ തനിമ റോഡിന്റെയും കാനയുടെയും ഉദ്ഘാടനം ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് നിർവഹിച്ചു. വൈസ് ചെയർമാൻ KK മുബാറക് അധ്യക്ഷത വഹിച്ചു. നഗരസഭ അസിസ്റ്റന്റ് എഞ്ചിനീയർ CL ടോണി പദ്ധതി വിശദീകരണം നടത്തി. സ്ഥിരം സമിതി അധ്യക്ഷരായ ബുഷറ ലത്തീഫ്, അഡ്വക്കേറ്റ് മുഹമ്മദ് അൻവർ, പ്രസന്ന രണദീവ്, നഗരസഭാ കൗൺസിലർ ഫൈസൽ കാനാമ്പുള്ളി എന്നിവർ സംസാരിച്ചു. 14ാം വാർഡ് കൗൺസിലർ സുപ്രിയ രാമചന്ദ്രൻ സ്വാഗതവും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന സലീം നന്ദിയും പറഞ്ഞു. ജനപ്രതിനിധികൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. 11,60,000 രൂപ വിനിയോഗിച്ചാണ് പണി പൂർത്തീകരിച്ചത്. അപകടങ്ങളിൽ ജീവൻ രക്ഷാ പ്രവർത്തനം കാഴ്ചവെക്കുന്ന എരുമപ്പെട്ടി ആക്സിന് മണ്ടംപറമ്പ് യുവദർശി ജീവകാരുണ്യ സംഘടന ധനസഹായം നൽകി. തുടർച്ചയായി 4ാമത്തെ തവണയാണ് 12,000 രൂപ സഹായമായി നൽകുന്നത്. യുവദർശി പ്രസിഡന്റ് NK വിജീഷിൽ നിന്ന് എക്സ് പ്രസിഡന്റ് K നാരായണൻ, സെക്രട്ടറി PP പത്മദാസ്, ട്രഷറർ KA ഫരീദ് അലി എന്നിവർ ചേർന്ന് ഫണ്ട് ഏറ്റുവാങ്ങി. യുവദർശി ഭാരവാഹികളായ MK ഫ്രാൻസിസ്, TC ഔസേഫ്, MV ജാക്സൺ, TK മണികണ്ഠൻ, MK ജോഷി, എക്സ് ശങ്കരൻകാവ് യൂണിറ്റ് പ്രസിഡന്റ് ജോൺ ലൂവീസ് തുടങ്ങിയവർ സംബന്ധിച്ചു. എക്സ് ബ്രാഞ്ചിന്റെ ആരംഭ കാലഘട്ടം മുതൽ 12 വർഷത്തോളം പ്രസിഡന്റായി സേവനം ചെയ്ത K ശങ്കരൻകുട്ടി മാസ്റ്ററെ പുതിയ ഭാരവാഹികൾ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി പൊന്നാടയണിയിച്ച് ആദരിക്കുകയും ചെയ്തു. പൈതൃകം ഗുരുവായൂരിന്റെ ഭാഗവതോത്സവത്തിന് തുടക്കമായി. മഞ്ജുലാൽ പരിസരത്ത് നിന്ന് ആരംഭിച്ച 1008 അമ്മമാരുടെ ഘോഷയാത്ര ക്ഷേത്രക്കുളം പ്രദക്ഷിണം ചെയ്ത് യജ്ഞവേദിയായ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ സമാപിച്ചു. മുത്തുകുട, പഞ്ചവാദ്യം, നാഗസ്വരം എന്നിവ ഘോഷയാത്രയ്ക്ക് അകമ്പടിയായി. തുടർന്ന് ആചാര്യന്മാരെ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. ക്ഷേത്രം മൂരാളിൽ മല്ലേശ്വരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു. മുൻ മേൽശാന്തി ഡോക്ടർ കിരൺ നമ്പൂതിരി യജ്ഞവേദിയിൽ വിഗ്രഹം പ്രതിഷ്ഠിച്ചു. പ്രശസ്ത ശാസ്ത്രജ്ഞ ഡോക്ടർ താര പ്രഭാകരൻ, അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, മധു K നായർ, മണലൂർ ഗോപിനാഥ്, മുരളി അകമ്പടി, ശ്രീകുമാർ P നായർ തുടങ്ങിയവർ സംസാരിച്ചു. സ്വാമി ഉദിത് ചൈതന്യയാണ് യജ്ഞാചാര്യൻ. യജ്ഞം 23-ാം തീയതി സമാപിക്കും. CPM പഴഞ്ഞി മുൻ ലോക്കൽ കമ്മിറ്റി അംഗവും KSKTU നേതാവുമായിരുന്ന CC തങ്കമണിയുടെ വിയോഗത്തിൽ അനുശോചനം അർപ്പിച്ച് യോഗം ചേർന്നു. നേരത്തെ CPM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA, ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, ജില്ലാ കമ്മിറ്റി അംഗം MN സത്യൻ, ഏരിയ കമ്മിറ്റി അംഗം NK ഹരിദാസൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AM മണികണ്ഠൻ, മുതിർന്ന നേതാവ് VS സിദ്ധാർത്ഥൻ എന്നിവർ ചേർന്ന് പാർട്ടി പതാക പുതപ്പിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചിരുന്നു. സംസ്കാര ചടങ്ങിന് ശേഷം 500 AKGയിൽ നടന്ന അനുശോചന യോഗത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം MN സത്യൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. NK ഹരിദാസൻ, സുജാത, PK കൗസല്യ, ഉണ്ണി, മിൻഡോ റെനി, യദു കൃഷ്ണ, ശൈലജ, KK സുനിൽകുമാർ, VC ഷാജൻ, KR ബിനോഷ്, PC ചന്ദ്രൻ, ഗോപി പട്ടയത്ത്, അഭയൻ എന്നിവർ സംസാരിച്ചു. പഴഞ്ഞി MD കോളേജ് NCC യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പുൽവാമ ദിനാചരണം നടത്തി. പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് മാത്യു, ലഫ്റ്റനന്റ് ഡോക്ടർ ബെൻസൺ CC എന്നിവർ പുഷ്പചക്രം സമർപ്പിച്ചു. കാർഗിൽ യുദ്ധപോരാളി മേജർ KP ജോസഫ് അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് മാത്യു, അഭിനവ് KP എന്നിവർ സംസാരിച്ചു. വൈലത്തൂർ താമരക്കുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പൗഷ്ടിക സമർപ്പണ പൂജ നടത്തി. ക്ഷേത്രം തന്ത്രി മഠത്തിൽ മുണ്ടയൂർ നാരായണൻ നമ്പൂതിരി പൂജകൾക്ക് മുഖ്യ കാർമ്മികനായി. വിശേഷാൽ പൂജകൾ, ഗണപതി ഹോമം, സപ്തശുദ്ധിധാര, ദമ്പതി രക്ഷസ് പൂജ, ഭഗവത് സേവ എന്നിവയുണ്ടായി. സർപ്പബലിക്ക് വടക്കുംപാട്ട് പരമേശ്വരൻ കാർമ്മികനായി. ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കുള്ള വിഘ്നങ്ങൾ ലഘൂകരിക്കാനും ദേവന്റെ ശക്തി വർദ്ധിപ്പിക്കാനും വേണ്ടിയാണ് പൗഷ്ടിക സമർപ്പണ പൂജ നടത്തുന്നത്. ഹരേ രാമ ഹരേ കൃഷ്ണ പ്രസ്ഥാനം ഗുരുവായൂരിന്റെ ആഭിമുഖ്യത്തിൽ രാമകീർത്തനവും ക്ഷേത്രത്തിലുണ്ടായി. ചടങ്ങുകൾക്ക് പ്രസിഡന്റ് ശിവപ്രസാദ്, സെക്രട്ടറി വാസു പാരത്തി, ട്രഷറർ രമേശ് കാളിയത്തെ തുടങ്ങിയവർ നേതൃത്വം നൽകി.
ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച UP വിഭാഗം വായനാ മത്സരത്തിൽ 500 നവയുഗ ഗ്രാമീണ വായനശാലയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത PM ശ്രീഹരി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. ഉപജില്ലാ ശാസ്ത്രമേള ക്വിസ് മത്സരം, അറിവുത്സവം, ഗാന്ധിദർശൻ ഉപജില്ലാ ക്വിസ് എന്നിവയിൽ ഒന്നാം സ്ഥാനവും സ്വദേശി മെഗാ ക്വിസ് മത്സരത്തിൽ രണ്ടാം സ്ഥാനവും സ്വന്തമാക്കിയിട്ടുണ്ട്. തൊഴിയൂർ പോലിയത്ത് മനോഹരൻ അനിത ദമ്പതികളുടെ മകനായ ശ്രീഹരി തൊഴിയൂർ UPS സ്കൂൾ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഓന് ശാസ്ത്ര ക്വിസിൽ ഫസ്റ്റ് കിട്ടി. ഉപജില്ലയിൽ സയൻസ് ക്വിസിന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. സ്വദേശ് മെഗാ ക്വിസിന് ഫസ്റ്റാണ്. ഗാന്ധി ദർശന് ഫസ്റ്റാണ്. ജനയുഗം സഹപാഠി ക്വിസിന് ഫസ്റ്റാണ്. പിന്നെ കഴിഞ്ഞ വർഷം UPയിലും കിട്ടിയിട്ടുണ്ട്, LPയിലും കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കിട്ടിയിട്ടുണ്ട്. ഒരു സ്കൂളുകളിൽ ചെറുപ്പം മുതലേ ക്വിസ് മത്സരം ഫസ്റ്റ് കിട്ടാറുണ്ട്. വെള്ളറക്കാട് വിവേകസാഗരം UP സ്കൂൾ മാനേജർ PP ഹൈമന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് യോഗം ചേർന്നു. സ്കൂളിൽ ചേർന്ന യോഗത്തിന് PTA പ്രസിഡന്റ് ഡോക്ടർ ഫസലു അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക PR വിജയശ്രീ, പൂർവ്വ വിദ്യാർത്ഥിയും ഗുരുവുമായ ഡോക്ടർ NV ആന്റണി മാസ്റ്റർ, വെള്ളറക്കാട് സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി PS പ്രസാദ്, വാർഡ് മെമ്പർ ധനീഷ് വിജയൻ, യോഹന്നാൻ പുത്തൂർ, ഇടം സാംസ്കാരിക വേദി വൈസ് പ്രസിഡന്റ് നാരായണൻ കോടനാട്, പൂർവ്വ വിദ്യാർത്ഥിയായ സേവ്യർ ആന്റണി, അധ്യാപകർ തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി. ആറ്റുപുറം യൂത്ത് വിംഗ് വോളിബോൾ ടീമിന്റെ ജേഴ്സി പ്രകാശനം നടന്നു. സ്പോർട്സ് കൺവീനർ നിഹാൽ, ക്ലബ് സെക്രട്ടറി നാച്ചു എന്നിവരിൽ നിന്ന് ക്ലബ്ബ് രക്ഷാധികാരികളായ ഡോക്ടർ ഇബ്രാഹിം, ഷിബു K മുഹമ്മദ്, ടിപ്പു തുടങ്ങിയവർ ഏറ്റുവാങ്ങി പ്രകാശനം നിർവഹിച്ചു. ടിപ്പു ആറ്റുപുറം അധ്യക്ഷത വഹിച്ചു. യൂത്ത് വിംഗ് ഖത്തർ ചാപ്റ്റർ മെമ്പർ K മജീദ്, ജേഴ്സി സ്പോൺസർ CM ഫാറൂഖ്, ഫൈസൽ അബ്ദുപ്പ, റാഷി, ഹാദി, ഹസൻ, ഫഹദ്, മുസ്തഫ റിൻഷ തുടങ്ങിയവർ പങ്കെടുത്തു. ചമ്മന്നൂർ സ്റ്റുഡൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പോലീസ് ജമാൽ മെമ്മോറിയൽ 2ാമത് വോളിബോൾ ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന യൂത്ത് വിംഗ് ആറ്റുപുറത്തിന്റെ ടീം അംഗങ്ങൾക്കാണ് പുതിയ ജേഴ്സി വിതരണം ചെയ്തത്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. കേരളത്തിന്റെ പുരോഗതിയുടെ ഏറ്റവും വലിയ മേന്മ മതനിരപേക്ഷമായ പൊതുമണ്ഡലവും മതസൗഹാർദ്ദവുമാണെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ഗുരുവായൂരിൽ നടക്കുന്ന തദ്ദേശ ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള വിളംബര ഘോഷയാത്ര വർണ്ണാഭം. ലോട്ടറി തൊഴിലാളിയെ കബളിപ്പിച്ച് പണം കവർന്നു. കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ നമ്പഴിക്കാട് ലോട്ടറി കച്ചവടം നടത്തി ഉപജീവനം നടത്തുന്ന വട്ടേക്കാട്ടിൽ ഗോപിയെ കബളിപ്പിച്ചാണ് പണം തട്ടിയത്. കനോലി കനാലിൽ മാലിന്യം കെട്ടിക്കിടന്ന് ദുർഗന്ധം വമിക്കുന്നു. പരിഹാരം കാണേണ്ട അധികൃതർ മൗനം പാലിക്കുന്നതായി ആക്ഷേപം. 8ാമത് വേലൂർ ഗ്രാമകം നാടകോത്സവത്തിന്റെ പ്രചരണത്തിന് തുടക്കം കുറിച്ച് സമൂഹ ചിത്രരചന. പ്രശസ്ത ചിത്രകാരൻ VG അഭിമന്യു ഉദ്ഘാടനം ചെയ്തു. നാടകോത്സവം ഏപ്രിൽ 4 മുതൽ 8 വരെ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.